കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ് പാർട്ട് 4 രചന അഞ്ജന ഗോപാൽ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ആമി മോളെ ഐ മിസ് യു. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് നിന്നെ സ്വന്തമാക്കണമെന്ന് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യം അവനിതൊന്നും ഇഷ്ടമല്ല. അവനെ ധിക്കരിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യുകയുമില്ല. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. ആ ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. വിഷ്ണു ആമി അറിയാതെ എടുത്ത് അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്നാണ് അവൻ്റെ ചുമലൊരു കൈവന്ന് പതിച്ചത്. ഒരു നിമിഷം എല്ലാം തീർന്നെന്ന് അവൻ കരുതി. അവൻ പേടിയോടെ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ 32 പല്ലും കാട്ടി വെളുക്കനെ ചിരിച്ചുകൊണ്ട് ശരത്താണ്. ഡാ പുല്ലെ, നീയായിരുന്നോ? ഒറ്റ നിമിഷത്തേക്ക് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് അവൻ നിന്ന് കിണിക്കണു. വിഷ്ണു നല്ല കലിപ്പിൽ തന്നെ പറഞ്ഞു. വേണം വേണം, പേടി വേണം, അത് നല്ലതാ. പ്രത്യേകിച്ച് ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ. ശരത്ത് ഒട്ടും വിട്ടുകൊടുത്തില്ല. കള്ളത്തരോ? നീ എന്തൊക്കെയാ പറയുന്നേ? വിഷ്ണു പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. മോൻ എന്താണ് കരുതിയത്? പൂച്ച കണ്ണടച്ച് പാലുടിക്കുന്ന ആരും കാണില്ലെന്നോ? ആമിയുടെ മേലുള്ള നിന്റെ ചാട്ടം ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു. നീ എന്താണ് കരുതിയത്? ഒന്നും മനസ്സിലാവില്ലെന്നോ? ഇത് ഇവിടം വരെ പോകുന്ന നോക്കിയതാ ഞാൻ. ശരത്ത് പറഞ്ഞു നിർത്തിയതും വിഷ്ണു അവനെ കെട്ടിപ്പിടിച്ചു. ഡാ സോറിടാ, ഞാൻ മനഃപൂർവ്വം പറയാത്തല്ല. ആദ്യം നിനക്കറിയാലോ, അവനിതൊന്നും ഇഷ്ടപ്പെടില്ല. അവനിത് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ അവന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യത്തുമില്ല. അവന് വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ടാക്കില്ല. പിന്നെ അവളെ ഞാൻ മറക്കാൻ കുറെ ശ്രമിച്ചത്, പക്ഷെ കഴിയുന്നില്ല. നീ പറ, ഞാൻ എന്തു വേണം? നിങ്ങൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. നിങ്ങൾ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ്. നിങ്ങളെ കഴിഞ്ഞ് എനിക്ക് മറ്റാരുള്ളൂ. നിങ്ങൾ 3 പേരും പറഞ്ഞ ഞാൻ പിന്നെ അവളെ കാണില്ല. പക്ഷേ അവളെന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എത്രത്തോളം അവൻ ആമിയെ സ്നേഹിക്കുന്നെന്ന് അവൻ്റെ വാക്കിൽ നിന്നും പ്രകടമായിരുന്നു. നീ എന്താ കരുതിയത്? നീ ഇഷ്ടപ്പെട്ടവളെ ഞങ്ങൾ മറക്കാൻ പറയുന്നു. നിങ്ങളുടെയൊക്കെ സന്തോഷം തന്നെയാണ് എനിക്ക് വലുത്. ആദ്യം ചിലപ്പോൾ അവനെ എതിർക്കുമായിരിക്കും, പക്ഷെ അവൻ നിന്നെ മനസ്സിലാക്കൂടാ. അവനും സമ്മതിക്കും, നമ്മൾ സമ്മതിപ്പിക്കും. അവൻ നമ്മുടെ ചങ്കല്ലേടാ. ശരത്ത് വിഷ്ണുവിനെ സമാധാനിപ്പിച്ചു. അവരുടെ സംസാരമെല്ലാം കേട്ടുന്ന ആദിയുടെ കണ്ണിൽ നിന്നും കുറ്റബോധത്തിന്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. രാവിലെ തന്നെ ശിവ മുടിയുമായി യുദ്ധത്തിലാണ്. എത്ര കെട്ടിയിട്ടും അവൾക്ക് തൃപ്തി വന്നില്ല. അവസാനം അവൾ 4 കണ്ണിയിട്ട് മുടി പിന്നിയിട്ടു. ഫ്ലോറൽ പ്രിന്റ് ചെയ്ത ലോങ് കുർത്തിയും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പലാസോയുമായിരുന്നു അവളുടെ വേഷം. റെഡിയായി ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ 3 എണ്ണം നേരത്തെ ഹാജരായിട്ടുണ്ട്. എന്റെ അച്ചു മെല്ലെ കഴിക്ക്. ശിവ അനുവിന്റെ അടുത്ത് നിന്നിരുന്നു പറഞ്ഞു. ആ നല്ലയാളാ പറയുന്നേ. ശ്യാമ അവൾക്കിട്ടൊന്ന് താങ്ങി. മോളെ കുറച്ചുകൂടെ കഴിക്ക്. ശ്യാമ ആമിയെ നോക്കി പറഞ്ഞു. എനിക്ക് മതിയായി ആന്റി, ആമി പറഞ്ഞു. അല്ലേലും ആമിയുടെയും കൂടി ഇവള് കഴിക്കുന്നുണ്ടല്ലോ. ശിവ അച്ചുവിനെ നോക്കി പറഞ്ഞു. അച്ചുവിന് പിന്നിൽ അതൊക്കെ പുല്ലായതുകൊണ്ട് അവൾ മൈൻഡാക്കാതെ ഫുഡടി തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ മക്കളെ, നിങ്ങൾ കഴിക്ക്, ഞാൻ എണീക്കട്ടെ? രവി എഴുന്നേറ്റോണ്ട് പറഞ്ഞു. ഓക്കെ അങ്കിൾ, അനു പറഞ്ഞു. രവിക്ക് പിന്നാലെ ശ്യാമയും പുറത്തേക്ക് പോയി. നീ പറഞ്ഞ സത്യാണോ? ആദ്യമായിട്ട് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു? അനു ശിവയോട് ചോദിച്ചു. നീ എത്രാമത്തെ തവണയാ ചോദിക്കുന്നേ? നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞു തന്നല്ലേ. എന്നാലും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലടി. ഇവള് പറഞ്ഞ നേരാ, എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ചുവും അനുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കേട്ടപ്പോ ഞാനും ഷോക്കായെന്ന്. സത്യാടി, അങ്ങേരുടെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശിവ പറഞ്ഞു നിർത്തി. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പൊ എല്ലാവരും എണീറ്റ് പോകണ്ടേ നമുക്ക്? ആമി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ശ്യാമയോട് യാത്ര പറഞ്ഞ് അവർ കോളേജിലേക്ക് പുറപ്പെട്ടു. പതിവ് പോലെ കോളേജ് പാർക്കിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ശിവയും കൂട്ടിനും. സിദ്ധു മറ്റും എന്തോ തിരക്കുള്ള കാരണം നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ആദിയുടെ മഹീന്ദ്ര താർ പൊടി പറത്തിക്കൊണ്ട് അവർക്കടുത്തായി വന്നു നിർത്തിയത്. ഒരു വൈറ്റ് കളർ ഷർട്ടും ഒരു ഡെനിം ബ്ലൂ ജീനുമായിരുന്നു അവന്റെ വേഷം. വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി വന്നു. ഇറങ്ങിയ ഉടനെ വിഷ്ണുവിന്റെ കണ്ണുകൾ ശിവയുടെ തോളിൽ ചാരിയിരുന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ആമിയുടെ മേൽ പതിഞ്ഞു. അത് കൃത്യമായി ആദി കാണുകയും ചെയ്തു. വിഷ്ണുവിനും ശരത്തിനും കിരണിനുമൊക്കെ അവരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ആദി ഉള്ളതിനാൽ ആ ആഗ്രഹത്തെ തൽക്കാലത്തേക്ക് അവർ ഒതുക്കി നിർത്തി. അവരെയും നോക്കിയതിനു ശേഷം ആദ്യം മെല്ലെ ശിവ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ആദ്യം അങ്ങോട്ട് പോകുന്ന എന്തിനെന്നറിയാതെ മൂവരും പകച്ചു നിന്നു. അവനെന്തിനാണോ അവരുടെ അടുത്തേക്ക് പോകുന്നത്? ഞെട്ടിലൊന്ന് മാറിയതിനു ശേഷം ഇരുവരോടായിട്ട് ശരത്ത് തിരക്കി. എനിക്കെങ്ങനെ അറിയാനാടാ? വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം. അവരും ആദിയുടെ പിന്നാലെ നടന്നു. ആദി വരുന്ന കണ്ടതും അവർ 4 പേരും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ആദ്യം അവരുടെ അടുത്തെത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു. അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. വിഷ്ണുവും ശരത്തും കിരണും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. അവരുടെ ഭാവം കണ്ട് ആദിക്ക് ചിരി വന്നു. അവൻ ചിരിക്കുന്ന കണ്ട് അവരും അവനോടൊപ്പം ചേർന്നു. ആരെങ്കിലും ഒന്ന് ചിരി നിർത്തി കാര്യം എന്താണെന്ന് പറഞ്ഞതാ.
ശരത്ത് ഗൗരവത്തിൽ പറഞ്ഞു. അത് തന്നെ ഞങ്ങളും കൂടെ അറിയട്ടെ, പതിവില്ലാത്ത ഈ കാഴ്ചകളൊക്കെ എന്താണെന്ന്. വിഷ്ണു പറഞ്ഞു നിർത്തിയതും ആമി അവനെ നോക്കി. പക്ഷേ അവൻ അവളെ നോക്കിയതേയില്ല. ശിവ അപ്പോഴും ആദിയുടെ ചിരിയിൽ മയങ്ങി നിൽക്കുമായിരുന്നു. നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? ആദി ശിവയെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും ശിവ നോട്ടം നിർത്തി ഡീസൻ്റായി. ഞാൻ പറയാം, അച്ചു അവരെ നോക്കി പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്ക്. ശരത്തിന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. അത് ചേട്ടന്മാരെ, ആദ്യമായിട്ട് ഇനി മുതൽ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഒപ്പം നിങ്ങളും. അച്ചു പറഞ്ഞു കേട്ടതും ശരത്തും വിഷ്ണുവും കിരണും അന്തംവിട്ട് നിന്നു. അച്ചു ആദ്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചു. അത് കേട്ടതും അവരാദ്യം കയറിയൊരു അറ്റാക്കായിരുന്നു. ഡാ, നീ ഇങ്ങനെ പുണ്യാളനായ കാര്യം എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ ദുഷ്ട. നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ഞെട്ടി നിൽക്കുന്ന എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ? ആദ്യം മൂവരോടായിട്ട് ചോദിച്ചു. അതേതായാലും കലയ്ക്ക് ആദ്യേട്ടാ, ഏട്ടനൊന്നും പറയാത്തോണ്ടല്ലേ ഇവിടെ ഈ കിളി പോയ പോലുള്ള നിൽപ്പ് കാണാൻ നമുക്ക് സാധിച്ച്. അതിന് വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. ശിവ അപ്പോഴും ഒന്നും ഇടാൻ നിൽക്കുമായിരുന്നു. എന്നാലും അളിയ, ഇതൊരു ബടാ സർപ്രൈസായി പോയി കേട്ടോ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിരൺ ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണുവും ശരത്തും അവരോടൊപ്പം ചേർന്നു. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു. വിഷ്ണു ആമിയെ നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ തലതാഴ്ത്തി. ആദി ശിവയെ നോക്കിയപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അല്പസമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് അവരെല്ലാവരും ക്ലാസ്സിലേക്ക് പോയത്. അളിയ, സന്തോഷായില്ലേ നിങ്ങൾക്ക്? ആദി നടക്കുന്നതിനിടയിൽ ശരത്തിനോട് ചോദിച്ചു. പിന്നെ ഒരുപാട് സന്തോഷായി. വിഷ്ണുവാണ് അതിന് മറുപടി പറഞ്ഞത്. അത് കേട്ടതും ആദി അവനെ നോക്കി. ആദി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിഷ്ണു മടിയോടെ അവനോട് പറഞ്ഞു. ആമിയെ നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യമല്ലേ, അത് നീ പറയണ്ട, എനിക്കറിയാം. ആദി പറഞ്ഞു നിർത്തിയതും വിഷ്ണുവും ശരത്തും കിരണും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. മൂന്നും ഞെട്ടണ്ട, നിങ്ങൾ എന്താടാ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? ഇനി അറിഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കൂടാ. നിങ്ങളുടെ സന്തോഷത്തിലും വലുതായി എനിക്ക് എന്തെങ്കിലും ഉണ്ടോടാ, പറയടാ. അവന്റെ ചോദ്യം കേട്ടതും സന്തോഷത്തോടെ മൂന്നുപേരും ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഡാ, ക്ഷമിക്കടാ, നിനക്കിതൊന്നും ഇഷ്ടാവില്ലെന്ന് വിചാരിച്ചാ ഞങ്ങള് സോറിടാ. വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡാ കാമുക, നീ കരയുവാണടാ. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ ഇന്നലെ സംസാരിച്ച മുഴുവൻ ഞാൻ കേട്ടിരുന്നു. സത്യത്തിൽ നിങ്ങളിപ്പോഴുള്ള കൂട്ടുകാരെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യാടാ ചെയ്തേ. നീ എന്താ പറഞ്ഞേ? അവളെ ഉപേക്ഷിക്കാന്നോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താ ഞാൻ നിന്നെ കൊല്ലും, പറഞ്ഞേക്കാം. അവൾ ഇനി മുതൽ എന്റെ പെങ്ങളാ, കേട്ടോടാ. ആദി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു സന്തോഷത്തോടെ തലയാട്ടി. ആ പിന്നെ ഒരു കാര്യം കൂടി, എത്രയും പെട്ടെന്ന് തന്നെ അവളോട് പറയണം. ഇനിയും വെച്ച് താമസിപ്പിക്കരുത്, ഓക്കെ? പറയണം. നിങ്ങളെന്റെ കൂടെ ഉണ്ടായ എനിക്ക് എല്ലാത്തിനും ധൈര്യ. ഞാൻ നാളെ തന്നെ പറയാം അവളോട്. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. വിഷ്ണു പറഞ്ഞു. ഡാ, ഇനി നിനക്കുണ്ടോടാ ഞാനറിയാത്ത ആരെങ്കിലും? ആദി ശരത്തിനോട് ചോദിച്ചു. എന്റെ പൊന്നളിയ, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് മാത്രം ഉണ്ടായിട്ടെന്താ? തിരിച്ചവളുമാർക്കും തോന്നണ്ടേ? അതുകൊണ്ട് ഞാനിപ്പോ ആഗ്രഹമൊക്കെ വിട്ടു. ഞാനും നിന്നെ പോലെ സിംഗിൾ തന്നെയാ. ശരത്ത് ആദ്യം നോക്കി പറഞ്ഞു നിർത്തിയതും ആദിയുടെ മുഖം മാറി. വിഷ്ണുവിന് അത് മനസ്സിലാവുകയും ചെയ്തു. ടൈമായി, വാ ക്ലാസ്സിൽ പോവാം. ആദി കൂടുതലും സംസാരിക്കാതെ മുന്നോട്ട് നടന്നു. ശിവയും കൂട്ടരും ക്ലാസ് കഴിഞ്ഞ് ഇലഞ്ഞിമരച്ചൂട്ടിൽ ഇരിക്കുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും വെളിയിൽ അവിടെ ഇവിടെയായി ഇരിപ്പുണ്ട്. അപ്പോഴാണ് ആദ്യം വിഷ്ണുവും ശരത്തും കിരണും അതുവഴി വന്നത്. ശിവയെ കണ്ടതും ആദ്യം അങ്ങോട്ടേക്ക് ചെന്ന് അവളുടെ അടുത്തിരുന്നു. ആ കാഴ്ച കണ്ടതും കോളേജ് മൊത്തം അത്ഭുതത്തോടെ ശിവയെ നോക്കി. അവർക്കറിയാവുന്ന ആദി എപ്പോഴും ദേഷ്യക്കാരനായ പെൺകുട്ടികളെ മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. ആദിയുടെ ആ പ്രവൃത്തി ശിവയെയും തെല്ലാം അമ്പരപ്പിച്ചിരുന്നു. പക്ഷേ അവളത് പുറത്ത് പ്രകടമാക്കിയില്ല. ആ കോളേജിലെ മുഴുവൻ പെൺകുട്ടികളുടെയും കണ്ണുകൾ ആ സമയത്ത് ശിവയുടെ മേലെയായിരുന്നു. അവരുടെയെല്ലാം കണ്ണുകളിൽ അവളോടുള്ള അസൂയ നിറഞ്ഞിരുന്നു. ആദിയുടെ കലിപ്പ് കൊണ്ടാണ് പെൺപിള്ളേർ അവൻ്റെ അടുത്തേക്ക് പോകാതെ നിൽക്കുന്നത്. എന്നാലും ഒട്ടേറെ പേരുടെ ക്രഷായിരുന്നു ആദിത്യ മേനോൻ. ആ പെൺകുട്ടികളുടെയൊക്കെ കണ്ണിൽ ആദിയും ശിവയും നിറഞ്ഞു നിന്നു. അവരുടെ നോട്ടം കണ്ടതും ശിവ തെല്ലുഗമയോടെ എല്ലാവരെയും നോക്കി. അനുവിൻ്റെയും ആമിയുടെയും അച്ചുവിൻ്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല. അവർക്കും ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. വിഷ്ണുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ആമിയുടെ മേൽ പാറി വീണു. ആദിയുടെ അനുവാദം കിട്ടിയതുകൊണ്ട് അവൻ ധൈര്യത്തോടെ തന്നെയാണ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അതുവരെ അലമ്പ് കാണിച്ച ശിവ ആദി എത്തിയതും കുറച്ച് ഡീസൻ്റായി നിന്നു. ആദിയുടെ സംസാരവും ചിരിയുമൊക്കെ ശിവയുടെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം കൂട്ടി. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു. ലൈബ്രറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ജിത്തു സിദ്ധുവിന് ആ കാഴ്ച കാട്ടിക്കൊടുത്തത്. ആദിയോടൊപ്പം ഇരിക്കുന്ന ശിവയെ. അവൾ അവനോട് കളിച്ചും ചിരിച്ചുമൊക്കെ സംസാരിക്കുന്ന കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. ദാളിയ, ആ കാണുന്ന സ്വപ്നമൊന്നല്ലല്ലോ? ഹരി ആ കാഴ്ച കണ്ട് സിദ്ധുവിനോട് ചോദിച്ചു.
അല്ലടാ, സത്യം തന്നെയാ. ജിത്തുവാണ് മറുപടി പറഞ്ഞത്. സിദ്ധു അപ്പോഴും അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവന്റെ ഉള്ളിൽ ശിവയെ നഷ്ടപ്പെടുമെന്നൊരു പേടി വന്ന് നിറഞ്ഞു. എന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ആദ്യം അവനെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടത്. അവൻ നോക്കുന്ന കണ്ടതും അവൾ നോട്ടം മാറ്റി. ശിവ, നീ ഞങ്ങളെന്ന് വട്ടാക്കിയതാണല്ലേ? കിരൺ അവളോട് ചോദിച്ചു. ഞാനോ? എപ്പോ? എനിക്ക് മനസ്സിലായില്ലല്ലോ കിരണേട്ടാ. കിരൺ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ശിവക്ക് മനസ്സിലായില്ല. പാവം കൊച്ചിന് മനസ്സിലായില്ലടാ, മോൾക്ക് ഈ ചേട്ടൻ പറഞ്ഞുതരാം, ശരത് ചിരിയോടെ പറഞ്ഞു. അവൻ പറയുന്ന കേട്ട് ആദ്യം ചിരിച്ചു. അതായത് മോളോട് അന്നൊരു പാട്ട് പാടാൻ പറഞ്ഞില്ലായിരുന്നു, എന്നിട്ട് നീ ഞങ്ങൾക്ക് പാടി തരികയും ചെയ്തു. അന്നത്തെ ആ അവസ്ഥ ഒന്നുകൂടെ വിശദീകരിക്കാനുള്ള ശേഷി എനിക്കില്ല. ശരത്ത് പറയുന്ന കേട്ടതും ശിവ അവനെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കാട്ടി. പക്ഷെ അന്ന് നീ ഞങ്ങൾ വട്ടുകളിപ്പിച്ചാണെന്ന് പിന്നെ മനസ്സിലായി. നീ നല്ലോണം പാടുവല്ലേ? ഞാനോ? ശിവ അവിഞ്ഞ ചിരിയോട് അവനോട് ചോദിച്ചു. അതെ, നീ തന്നെ. അത് പറഞ്ഞ മറ്റാരുമല്ല, ആദി തന്നെയാണ്. അവന്റെ പറച്ചിൽ കേട്ടതും ശിവ അത്ഭുതത്തോടെ ആദിയെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അതിന് ആദ്യമായിട്ട് ശിവ പാടുന്ന കേട്ടിട്ടുണ്ടോ? അനു ആദിയോട് ചോദിച്ചു. അന്നൊരു ദിവസം പാർക്കിങ്ങിൽ വെച്ച് പാടിയില്ലായിരുന്നു, അത് ഞാൻ കേട്ടിരുന്നു. എനിവേ, ഇയാളൊന്ന് സൂപ്പറായി പാടി കേട്ടോ, ആദി ശിവയെ നോക്കി പറഞ്ഞു. അവന്റെ ആ പ്രതികരണം അവളെ കൂടുതൽ സന്തോഷവതിയാക്കി. ഞങ്ങൾക്കും കേൾക്കണം ശിവയുടെ പാട്ട് ഇപ്പൊ തന്നെ. ആദി പറഞ്ഞറിഞ്ഞ തൊട്ട് ഞങ്ങൾ വെയിറ്റിംഗില്ല, വിഷ്ണു പറഞ്ഞു. അയ്യോ, ഇപ്പോഴോ? അതെന്താ ഇപ്പൊ പാടിയാല്? ഞാൻ പാടാം. ഒന്നുമില്ല, എന്റെ ചേട്ടായിമാര് പറഞ്ഞല്ലേ. ശിവ അവരെ മൂവരെയും നോക്കി പറഞ്ഞു. ശിവയുടെ ആ വിളി അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. അവ പാടിക്കോ മകളെ, അവർ മൂവരെ ഒരുമിച്ച് പറഞ്ഞു. ശിവ ആദ്യം നോക്കി. അവനും അവൾക്ക് കണ്ണുകൊണ്ട് മൗനാനുവാദം നൽകി. കാണാമുള്ളാലുള്ളീറും നോവാണനുരാഗം, നോവുമ്പോഴും തേനൂറും സുഖമാണനുരാഗം, എന്നിൽ നീ നിന്നിൽ ഞാനും പതി പതി അതിരുകളൊരുക്കിയലിയേ, കാണാമുള്ളാലുള്ളീറും നോവാണനുരാഗം. ശിവ ആദിയെ നോക്കിയാണ് മുഴുവനും പാടിയത്. അവനും കണ്ണിമ തെറ്റാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ചുറ്റുമുള്ളവരുടെ കയ്യടി കേട്ടാണ് അവർ പരസ്പരം നോട്ടം മാറ്റിയത്. സൂപ്പർ പെങ്ങളെ, പൊളിച്ച്! ശരത്ത് ശിവക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലേലും നമ്മുടെ പെങ്ങളല്ലേടാ, വിഷ്ണു അവളുടെ തോളിൽ പിടിച്ച് പറഞ്ഞു. ശിവ, നീ പൊളിയാണ്, മാസാണ്, കൊലമാസ്, മരണമാസ്, കിരണും പറഞ്ഞു നിർത്തി. എല്ലാവരും അഭിനന്ദിച്ചിട്ടും ആദ്യം ഒന്നും മിണ്ടാത്ത കണ്ട് ശിവ തെല്ലൊരു പരിഭവത്തോടെ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവൻ ചിരി കടിച്ചു പിടിച്ച് നിന്നു. എന്നാ നമുക്ക് പോയാലോ, ടൈമായില്ലേ? ആമി പറയുന്ന കേട്ട് എല്ലാവരും എഴുന്നേറ്റു. ബാക്കി എല്ലാവരോടും ബൈ പറഞ്ഞ് ശിവ ആദ്യം മൈൻഡ് ചെയ്യാതെ അച്ചുവിന്റെ പുറകിൽ കയറി. വീട്ടിൽ വന്നു കയറി തൊട്ട് വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശിവ. നമ്മുടെ മോള് നടത്ത മത്സരത്തിന് പോകുന്നുണ്ടോ ഭാര്യയെ? ശിവയുടെ കളി കണ്ട് രവി ശ്യാമിയോട് ചോദിച്ചു. അതെന്താ രവിയേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവള് വന്നു കയറിയ മുതൽ തൊട്ട് നടത്തുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചോദിച്ചതാ. രവിയുടെ പറച്ചിൽ കേട്ടതും ശിവക്ക് ചൊരിഞ്ഞു കയറി. അവൾ ഒന്നും മിണ്ടാതെ റൂമിൽ കയറി വാതിലടച്ചു. സംഗതി സീരിയസ് ആണെന്ന് തോന്നില്ലോ രവിയേട്ടാ? അവളുടെ പോക്കണ്ട് ശ്യാമ പറഞ്ഞു. നോക്കാടോ, കുറച്ച് കഴിയുമ്പോൾ അവൾ നമ്മളോട് ഒന്ന് പറയും. അവൾക്കൊന്നും നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. രവി ശ്യാമയെ സമാധാനിപ്പിച്ചു. അയക്കെന്നെ അഭിനന്ദിച്ചാൽ എന്താ, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? ബാക്കി എല്ലാരും പറഞ്ഞല്ലോ, മനുഷ്യനായ ഇത്രയ്ക്ക് ജാട പാടില്ല. ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്, പരട്ട കോതിക്ക്. അവൾ ഓരോന്നും പിറുവിർത്തോണ്ടിരുന്നു. ഡാ, നാളെ നീ ആമിയോട് പറയില്ലേ? ശരത്ത് വിഷ്ണുവിനോട് ചോദിച്ചു. എന്താടാ മൂളലിനൊരു കനമില്ലാത്ത? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. അവൾക്കെന്നെ ഇഷ്ടാവൂടാ. അത് പറയുമ്പോൾ അവന്റെ സ്വരമെന്നിടറി. അതെന്താ അവൾക്ക് നിന്നെ ഇഷ്ടമാകാത്ത? എന്റെ മോൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ അവള്. അവൾക്ക് നിന്നെ ഇഷ്ടമാവും. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടാവുന്ന ഫീച്ചേഴ്സൊക്കെ നിനക്കുണ്ട് വിച്ചു. സോ ബി പോസിറ്റീവ് മാൻ. ആദി വിഷ്ണുവിന്റെ ചുമലിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ആദിയുടെ വാക്കുകൾ വിഷ്ണുവിന് വല്ലാത്തൊരു എനർജി നൽകി. ആ സമയം തന്നെ അവൻ ആ ഫോട്ടോയുടെ കാര്യം ഓർമ്മ വന്നു. അതാരായിരിക്കുമെന്നറിയാൻ അവന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. ആദി ഇപ്പോൾ നല്ല മൂഡിലായതുകൊണ്ട് തന്നെ വിഷ്ണു അവനോട് ചോദിക്കാൻ തീരുമാനിച്ചു. അളിയ, ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ? അതിനെന്തിനാടാ എൻ്റെ പെർമിഷനൊക്കെ ചോദിക്കുന്നത്? നിനക്ക് എന്നോട് എന്തും ചോദിക്കാലോ.
വിഷ്ണുവിന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി നൽകി. അത് പിന്നെ അല്ല, നിനക്കിതുവരെ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നിയിട്ടില്ലേ? തെല്ലൊരു പരിഭ്രമത്തിലാണ് വിഷ്ണു അത് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ആദിയുടെ മനസ്സിൽ തിരമാല പോലെ അനേകം കാര്യങ്ങൾ വന്ന് പതിച്ചു. ശരത്തും കിരണും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇവൻ ഇന്ന് മേടിക്കുമെന്നൊരു ഭാവമായിരുന്നു അവരുടെ മുഖത്തപ്പോൾ. ആദിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത കണ്ട് വിഷ്ണു ആദിയെ തട്ടി വിളിച്ചു. ആദി, നീ എന്തൊന്നും പറയാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെന്തൊന്നും പറയാത്ത? നീ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ നൽകാം. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. നേർത്ത സ്വരത്തോടെ ആദി പറഞ്ഞു നിർത്തി. ആദിയുടെ ആ മറുപടി കേട്ട് ശരത്തും കിരണും അമ്പരന്ന് നിന്നു. ആദി എല്ലാവരെയും നോക്കി. അവരുടെ എല്ലാം മുഖത്തുള്ള ഞെട്ടൽ കണ്ടുകൊണ്ട് തന്നെ അവൻ തുടർന്നു. എൻ്റെ പാറു, അവളെയാണ് ഞാൻ ഈ ലോകത്ത് മറ്റാരെക്കാളും സ്നേഹിക്കുന്നത്. ആദിയുടെ സ്വരം നേർത്തു വന്നു. പാറുവോ? അതാരാ? കിരൺ ചോദിച്ചു. അവൾ ആരാണെന്നുള്ള ചോദ്യത്തിന് എൻ്റെ പക്കലൊരു ഉത്തരമേ ഉള്ളൂ. അവൾ എനിക്കെല്ലാമാണ്, എൻ്റെ ജീവനാണ്. അവളില്ലെങ്കിൽ പിന്നെ ആദിയുമില്ല. അത് പറഞ്ഞിരുത്തുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഡാ, നീ ഇത്രയധികം സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്കും കാണണം, എത്രയും പെട്ടെന്ന് തന്നെ. ആദി പറഞ്ഞ് അവസാനിപ്പിച്ചതും ഉടനെ ശരത്ത് പറഞ്ഞു. ശരത്തിൻ്റെ വാക്കുകൾ കേട്ട് നിസ്സഹായനായി ആദി എല്ലാവരെയും നോക്കി. എനിക്കറിയില്ലടാ അവൾ എവിടെയാണെന്ന്. ഒരുപാട് കാലമായി ഞാനും അവൾ അന്വേഷിക്കുന്നു. എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദി, നീ എന്തൊക്കെയാണോ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണുവിന്റെ ചോദ്യം തന്നെയായിരുന്നു മറ്റു രണ്ടുപേരുടെ മനസ്സിലും. ആദി പാറുവിനെ കണ്ടുമുട്ടിയെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. കേട്ട് കഴിഞ്ഞതും അവർക്കെല്ലാം അവനോട് വളരെയധികം സഹതാപം തോന്നി. അവൾ എനിക്കിനി കാണാൻ കഴിയില്ലേ? ആദിയുടെ ശബ്ദമിടറി. മൂവരും അവനെ ദയനീയമായി നോക്കി. ഒരു കാര്യം എനിക്കറിയാം, അവൾ വന്നാലില്ലെങ്കിലും ഈ ആദിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും. അതും പറഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് ആദി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഡാ, അവനിങ്ങനെ തകർന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ശരത്ത് പറഞ്ഞു. എല്ലാം ശരിയാവൂടാ, നമുക്കിനെന്തായാലും മാറ്റിയെടുക്കാം. നമ്മൾ അവൻ്റെ കൂടെയില്ലേ? വിഷ്ണു അവരെ ആശ്വസിപ്പിച്ചു. ആദിയെ കണ്ടാൽ മൈൻഡ് ചെയ്തെന്ന് വിചാരിച്ചു തന്നെയാണ് ശിവ കോളേജിലേക്ക് പുറപ്പെട്ടത്. കോളേജ് ഗേറ്റ് കടക്കുമ്പോഴേ അവൾ കണ്ടു 4 വർഷ സംഘത്തെ. ആദിയെ മൈൻഡ് ചെയ്യാതെ ബാക്കി എല്ലാവരെയും നോക്കി അവൾ നന്നായി ചിരിച്ചു കാട്ടി. വിഷ്ണുവിന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു പരിഭ്രമം ശിവ ശ്രദ്ധിച്ചു. എന്താണ് വിഷ്ണുവേട്ടാ ഒരു ടെൻഷനൊക്കെ മുഖത്ത്? അവൾ വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. ഏയ് എന്ത്? എനിക്കെന്ത് ടെൻഷൻ? ഏയ് ഒന്നുമില്ല ശിവകുട്ടി. അവൻ തപ്പിക്കളിച്ചു. ശരത്ത് വിഷ്ണുവിനോട് ആമിയെ വിളിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. അവന്റെ ടെൻഷൻ മനസ്സിലാക്കുന്ന പോലെ ആദി ആമിയെ വിളിച്ചു. ആമി. എന്താ ആദിയേട്ടാ? ആമി ആദിയെ നോക്കി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് നിന്നോടെന്തോ പറയാനുണ്ട്. ആദി വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ശിവക്ക് പെട്ടെന്ന് തന്നെ കാര്യം കത്തി. അച്ചുവാനും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. വിഷ്ണു ആമിയുടെ അടുത്ത് വന്നതിന് ശേഷം പറഞ്ഞു. ആമി, ഒരു 2 മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണം. അതും പറഞ്ഞ് വിഷ്ണു മുന്നോട്ട് നടന്നു. ആമി ശിവയെ നോക്കി. അവൾ പോവാൻ കണ്ണുകൊണ്ട് മൗനാനുവാദം നൽകി. ആമി വിഷ്ണുവിന്റെ പിന്നാലെ ചെന്നു. ആമി പോയതും ശരത്ത് ബാക്കി എല്ലാവരോടും കാര്യം പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും അവർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. വിഷ്ണു ആമിയെ പൊന്നുപോലെ നോക്കുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇനി ആമി ഓക്കെ പറഞ്ഞില്ലെങ്കിലും അവരെല്ലാം ചേർന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് കേട്ടപ്പോൾ അവർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. അനുവും അച്ചുവും കിരണും ശരത്തും എന്തോ അന്താരാഷ്ട്ര ചർച്ച നടത്തുകയായിരുന്നു. ശിവ പിന്നെ അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. അവൾ ഫോണെടുത്ത് അതിൽ തോണ്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു ചൂട് നിശ്വാസം അവളുടെ ശരീരത്തിൽ വന്ന് പതിച്ചത്. നോക്കുമ്പോൾ ആദിയാണ്. അവൻ അവളുടെ തൊട്ടരികിൽ വന്നിരുന്നതാണ്. അവനെ കണ്ടതും അവൾ മുഖം വെട്ടിച്ചു. എന്താണ് മേഡം, ഭയങ്കര ഗൗരവത്തിലാണല്ലോ, എന്തു പറ്റി? ആദ്യം അവളോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഞാൻ ചിലപ്പോ ഗൗരവത്തിലായെന്നിരിക്കും, ചിലപ്പോ അല്ലെന്നിരിക്കും. അത് റിയാക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശിവ ഇന്നലെ തൊട്ടേയുള്ള ചൂടിൽ അവനോട് മറുപടി പറഞ്ഞു. ഓഹോ, അപ്പൊ സംഗതി വളരെ സീരിയസ് ആണല്ലോ. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഈ ഗൗരവമൊക്കെ എന്നോട് മാത്രമാണല്ലോ, ബാക്കി എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം അല്പം പരിഭവത്തോടെ പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. പകരം ഫോണിൽ കുത്തിക്കളിച്ചു. ഇവരുടെ ഈ പ്രവൃത്തി മറ്റുള്ളവരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്നോടുള്ള ദേഷ്യത്തിൽ പാവം ഫോണിനൊന്നും ചെയ്യണ്ട. എന്റെ ഫോൺ എന്റെ കൈ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇയാളെ കൊണ്ട് തോറ്റല്ല മഹാദേവ. ദേഷ്യം ഭാവിച്ച് ആദിയെ നോക്കി ശിവ പറഞ്ഞു. അത് കേട്ടതും ആദിയോടെ കയ്യിൽ നിന്ന് ബലമായി ഫോൺ പിടിച്ചു വാങ്ങി. ശേഷം അവന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതുകൂടി കണ്ടതോടെ ശിവയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു.
അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അതേ സ്പീഡിൽ ആദ്യം അവളുടെ കൈ പിടിച്ച് അവന്റെ അടുത്തേക്ക് തന്നെ ഇരുത്തി. ഇയാളെന്തേ കാണിക്കുന്നേ? ശിവ അവന്റെ പിടിയിൽ നിന്ന് കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് നടക്കില്ലെന്ന് കണ്ടതും അവൾ തന്നെ ആ ഉദ്യമത്തിൽ നിന്ന് സ്വയം പിന്മാറി. ആദ്യം അവളെ നോക്കി ചിരിച്ചു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ, ആദ്യം അവളോട് പറഞ്ഞു. അവൻ പറയുന്ന കേൾക്കാൻ വളരെയധികം താല്പര്യമുണ്ടെങ്കിലും അവൾ അതൊന്നും പുറത്തു കാട്ടാൻ നിന്നു. ശിവ, താൻ ഇന്നലെ സൂപ്പറായിട്ട് പാടി കേട്ടോ. തൻ്റെ പാട്ട് എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത്. അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അത് കേട്ടതും ശിവ ഞെട്ടലോട് ആദ്യം നോക്കി. അവൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നത്. പിന്നെ ഇന്നലെ തന്നോട് ഇത് പറയാതിരുന്ന് വേർന്നുകൊണ്ടല്ല, മനഃപൂർവ്വം തന്നെയാണ്. നിന്റെ ഈ ദേഷ്യം കാണാൻ വേണ്ടി തന്നെയാണ്. അത് കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ടതും അവനോടുള്ള ദേഷ്യമെല്ലാം അവളുടെ ഉള്ളിൽ നിന്നും പോയി മറഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയ കിരൺ കാണുന്നു ആദ്യം തന്നെ നോക്കി നിൽക്കുന്ന ശിവയെയാണ്. അവളുടെ ആ നോട്ടം അവൻ്റെ ഉള്ളിലൊരു സംശയമുളവാക്കി. അപ്പോഴും ആദിയും ശിവയും പരസ്പരം കണ്ണിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.